നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷം കെ ചെന്നൈയുടെ ഈ വേദിയിൽ ഒരു ചെറിയ ലെക്ചർ ചെയ്യാൻ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ പ്രസിഡൻറ്റ് ഡോക്ടർ നിഷാപിള്ളയോടും അതേപോലെ ഇതിന് കാരണക്കാരനായ ജിതേഷിനോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എനിക്കറിയുന്ന അനവധി പേര് വന്നിട്ടുണ്ട്. ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഗോപിയങ്ങൾ, ഗോപിനാഥൻ പിള്ള, മനോജ്, ഡോക്ടർ സുകുമാർ കാനഡ, അങ്ങനെ പലരുടെയും പേരുകൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അതൊരു കൺക്ലൂഷനാണ്. എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു താങ്ക്സ് പറയുക എന്നുള്ളത് വളരെ ആവശ്യമായതുകൊണ്ട്. സാധാരണ നമുക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനുള്ള വേദി വരുന്ന സമയത്ത് നമുക്കൊരു ഓഡിയൻസ് ഐഡിയ ഉണ്ടാവും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഒരു ഹെറ്ററോജനസ് ആയിട്ടുള്ളൊരു ഓഡിയൻസാണ്. അപ്പോൾ ഏത് തലത്തിൽ പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് ചെറിയ കൺഫ്യൂഷനുണ്ട്. വളരെ ഡീപ്പായിട്ട് പറയാനുള്ള അത്രയും മെറ്റീരിയലുള്ള ഒരു വിഷയമാണ് ജിതേഷ് നിശ്ചയിച്ചത്. ഇത് ഞാൻ നിശ്ചയിച്ച വിഷയമല്ല. ജിതേഷ് എന്നോട് പറഞ്ഞു, ശരത്തേട്ട, അത് നമുക്ക് ഭഗവാനെക്കുറിച്ചല്ല വേണ്ടത്, നമുക്കിങ്ങനെ ഈ വേദം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വേദത്തിൻ്റെ മൂല്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതൊന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് എന്തിലും ഈ വേദിക് എന്നുള്ളൊരു ലേബൽ ഒട്ടിച്ചാൽ വിൽക്കാൻ പറ്റും. എന്തിലും വേദിക്കുന്നൊരു ഒരു ലേബൽ ഒട്ടിച്ചാൽ മതി. അതായത് വേദിക് അസ്ട്രോളജി, വേദിക് മെഡിസിൻ, വേദിക് എല്ലാം, ഇനിയിപ്പോൾ വേദിക് എൻജിനീയറിങ്, വേദിക് പലതുണ്ട്. അങ്ങനെ വേദിക് കൺസ്ട്രക്ഷൻ, വേദിക് വാസ്തു. അതായത് വേദം ധർമ്മമൂലം എന്നാണ് പറയുക. ധർമ്മത്തിൻ്റെ റൂട്ടാണ് വേദം എന്നാണ് പറയുക. അത് ഒട്ടും മനസ്സിലാക്കാതെ അതിനെ എടുത്ത് എന്താ പറയുക, എവിടെയും ഒരു ബ്രാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന. ഇപ്പോൾ സിനു മാഡം പറഞ്ഞല്ലോ, ഞാൻ അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിത് ഏറ്റവും കൂടെ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് വേദത്തിനെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി അനവധി വർഷത്തെ പ്രവാസ ജീവിതം എനിക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, നമ്മൾ ഈ പ്രവാസി കമ്മ്യൂണിറ്റിക്കാണ് ഇതൊക്കെ പഠിക്കാനുള്ള താല്പര്യം. വാസ്തവത്തിൽ ഈ നാട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. അവർക്കിതിന് പുച്ഛമാണ്. പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാദ്യം കണ്ടുപിടിക്കുന്നതിൽ ഇതിൽ സാമൂഹ്യ വിരുദ്ധത എന്താണ്, ഇതിൽ സ്ത്രീ വിരുദ്ധത എന്താണ്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചകഞ്ഞ് കണ്ടുപിടിക്കാൻ മാത്രം വേദം വായിക്കുന്ന അല്ലെങ്കിൽ വേദത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇന്ന് വേദത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ചകൾ ചെയ്യുന്നത്. എന്നാൽ വേദത്തിൻ്റെ കയ്യാളുന്ന ആൾക്കാർക്കോ അവർക്ക് വേദത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മീനിങ്ങുകൾ പോലും ഒരു ശരാശരി ആൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും. ഇപ്പം ഞാൻ അനവധി വർഷമായിട്ട് വേദത്തിനെ വളരെ നിഷ്കർഷയോട് കൂടിയിട്ട് പഠിക്കുകയും ജപിക്കുകയും ചെയ്യുന്ന അനവധി മഹാത്മാക്കളുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പ്രൊഫൈലിൽ വായിച്ച പോലെ അതിരാത്രം 2006 നടക്കുമ്പോൾ PNC മേനോൻ, ശോഭ ഡെവലപ്പേഴ്സിൻ്റെ, അദ്ദേഹമാണ് അത് സ്പോൺസർ ചെയ്തത്. അത് ഏകദേശം 2 വർഷം നീണ്ടു നിന്ന ഒരു പ്രോജക്റ്റായിരുന്നു. അതിരാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യാനുള്ള എന്തോ ആണെന്നാണ് ആൾക്കാരുടെ വിചാരം. മഴയില്ലെങ്കിൽ മഴ പെയ്യിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യാഗം. ഇതിൽ കവിഞ്ഞിട്ട് അതിരാത്രം എന്താണെന്നോ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നോ അതിൻ്റെ റെലവൻസ് ഹ്യൂമൻ ലൈഫിൽ എന്താണെന്നോ അതൊന്നും ആരും അന്വേഷിക്കാൻ പോകാറില്ല. ഇനി അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലുള്ള കുഴപ്പം, അതിലുള്ള എന്തൊക്കെ വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടോ അതിനെ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. അതിനൊരു വലിയ അളവ് കാരണം നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മുഴുവൻ അണ്ടർസ്റ്റാൻഡിങ് ഈ മാക്സ് മുള്ളറൊക്കെ പോലുള്ള ചില പണ്ഡിതന്മാരുണ്ടാക്കി വെച്ചതാണ്. ഒരു ഗതികേട് നമ്മുടെ ജനതയുടെ, അതായത് കൺവേർഷന് വേണ്ടി പുറത്തുനിന്ന് വന്ന ഒരു വിഭാഗം അവരുടെ ഒരു മൗത്ത് പീസായിട്ടുള്ളൊരു പണ്ഡിതനെ കൊണ്ട് ഏറ്റവും റോങ് ആയിട്ടുള്ള വേദിക് ഇൻ്റർപ്രിട്ടേഷൻസിനെ മാത്രം തിരഞ്ഞെടുത്ത്
അതിനെ എത്രത്തോളം ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ വേദങ്ങളെയും പുരാണങ്ങളെയും മുഴുവൻ എഴുതി വെച്ച ഒരാളാണ് മാക്സ് മുള്ളർ. ബാലഗംഗാധര തിലകനെയൊക്കെ പോലെ അപൂർവം ആൾക്കാരാണ് അദ്ദേഹത്തിനെ ആ കാലത്ത് മുള്ളറുടെ എഴുത്തിനെ എതിർത്തത്. ഈ ആര്യൻ ഇൻവേഷൻ തിയറിയൊക്കെ മുള്ളറുടെ സൃഷ്ടികളായിരുന്നു. അദ്ദേഹം നമ്മുടെ ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനും മന്ത്രിയായിരുന്നു സായണാചാര്യർ എന്ന് പറയും. ഋഗ്വേദത്തിന് കമൻട്രി എഴുതിയത് സായണനാണ്. സായണൻ്റെ കമൻട്രി തന്നെ അനവധി പ്രശ്നങ്ങളുള്ള കമൻട്രിയാണ്. ആ കമൻട്രിയിലുള്ള പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വളരെ ഡിസ്റ്റോർട്ടഡായിട്ട് പ്രചരിപ്പിച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദത്തിൻ്റെ സത്തയായിട്ട് നിന്നിട്ട് നമുക്ക് കിട്ടേണ്ട പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സാധാരണ ഒരു പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പതിവില്ല. നമ്മളെല്ലാം പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ടാണ് പോവുക. പക്ഷേ വേദം എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ അകത്ത് അല്പമെങ്കിലും ബോധമുള്ള ജനതയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നഷ്ടബോധം ഉണ്ടാവണം. എ സെൻസ് ഓഫ് ലോസ് ഷുഡ് ബി ദർ. അതാണ് അവസ്ഥ. ഒന്ന്, വേദത്തിൻ്റെ അന്തസ്സത്ത എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ആ വേദം കയ്യാളിയിരുന്ന ആൾക്കാരുടെ കുഴപ്പങ്ങളാണ് ഒന്ന്. രണ്ട്, അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടും വേഴ്സസ് കിട്ടിയിട്ടും അതിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാതെ പോയ നമ്മളെപ്പോലുള്ള സാമാന്യ ജനതയുടെയും അവസ്ഥ. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വേദത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയുടെ ഏകദേശ ധാരണ കിട്ടി. വേദം ഒരു ജനറിക്കായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി പല മഹാത്മാക്കളും ശ്രമിച്ചിട്ടുണ്ട്. മഹർഷി അരവിന്ദ ഘോഷ്, അദ്ദേഹം, കപാലി ശാസ്ത്രി, നമ്മുടെ നാട്ടിൽ അനവധി ആൾക്കാർ ഇപ്പോൾ ഈ സമീപകാലങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് സാധാരണക്കാർക്ക്, അതായത് വേദാധികാരം ഇല്ലാത്തവർക്ക് പോലും വേദത്തിൻ്റെ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു വലിയ കടൽ പോലെ കിടക്കുന്ന ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി പോലും നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ എടുക്കാൻ പറ്റില്ല. ഒരു തുള്ളി പോലും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുന്നത്. വേദം ച ജ്ഞാനം എന്നർത്ഥം. അറിവ്. എന്തിൻ്റെ അറിവ് ചോദിച്ചാൽ നമ്മളെക്കുറിച്ച്, നമ്മളിരിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ മനസ്സിനെക്കുറിച്ച്, നമ്മളെ ഭരിക്കുന്ന എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടോ അതിനെക്കുറിച്ച്, നമ്മുടെ കടമകളെക്കുറിച്ച്, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച്, ഇങ്ങനെ അനവധി വിഷയങ്ങളാണ് വേദത്തിൻ്റെ ആ കടലിൻ്റെ അകത്ത് കടന്നു പോകുന്നത്. ഒന്നാമത്തെ മന്ത്രം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. ഋഗ്വേദത്തിൻ്റെ ഫസ്റ്റ് മന്ത്രമാണ്. വേദിക് കാനൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന. മുന്നിലിരുന്ന് നമ്മൾക്ക് വേണ്ട ഇഷ്ടത്തെ ചെയ്യണവനാണ് പുരോഹിതൻ. അവൻ അഗ്നിയെ സ്തുതിക്കുക. ആരാ അഗ്നി? നമ്മൾ വിചാരിക്കും തീയാണെന്ന്. തീയല്ല അഗ്നി. വേദം സ്റ്റാർട്ട് ചെയ്യുന്നത് വിൽ പവറിനെ സ്തുതിച്ചിട്ടാണ്. വേദം ആദ്യം പഠിപ്പിക്കുന്നത് നമ്മുടെ അകത്തുള്ള വിൽ പവറിനെ കുറിച്ചാണ്. അഗ്നിം ഇളേ പുരോഹിതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് അഗ്നി എന്ന് പറഞ്ഞ വിൽ പവറാണ്, കോസ്മിക് വിൽ പവർ. ആ കോസ്മിക് വിൽ പവർ തന്നെയാണ് നമ്മുടെ അകത്തുള്ള വിൽ പവർ. നമ്മളെങ്ങനെ വിൽ പവറിനെ തിരിച്ചറിയുക? നമ്മൾ സാധാരണഗതിയിൽ വിൽ പവറിനെ തിരിച്ചറിയാൻ നമുക്കൊരു മാർഗ്ഗമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കോഴ്സുമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു, പല വലിയ നേട്ടങ്ങൾ നേടുന്നു, പ്രതിസന്ധികൾ കടന്നു പോകുന്നു, അത് സോൾവ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു, കലഹിക്കുന്നു, എങ്ങനെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും നമ്മളറിയില്ല. വയ്യാണ്ടായി ശരീരത്തിന്, ഒരു രോഗം വന്നു, അല്ലെങ്കിൽ പനി പിടിച്ചു, തളർന്ന് കിടക്കുകയാണ്, എണീച്ചൊന്ന് ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. നമ്മളെ തന്നെ അങ്ങോട്ട് വലിച്ചെടുത്ത് പോക്കി ഒരു പോക്കുണ്ട്. നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടാണെങ്കിലും അങ്ങോട്ട് നമ്മൾ ചെല്ലും. എന്താണ് നമ്മളെ അപ്പം ലിഫ്റ്റപ്പ് ചെയ്യുന്നത്? അതാണ് വിൽ പവർ. വിൽ പവറിനെ തിരിച്ചറിയാൻ ഏറ്റവും ബേസിക് മാർഗ്ഗമാണ്. വേദം അത് അഗ്നിയാണെന്ന് പറയുന്നു. പുരാണത്തിൽ വന്നാൽ അത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യനും അഗ്നിയും ഒന്നാണ്. അതിൻ്റെ ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷനാണ് സുബ്രഹ്മണ്യൻ്റെ വരും. അപ്പോൾ വിൽ പവറിൻ്റെ റെലവൻസും പവറും പറഞ്ഞുകൊണ്ടാണ് വേദം തുടങ്ങുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചിട്ട് ഈ കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറാം. അത് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു മന്ത്രം പറയാം. ഓം വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ
യത് ഭദ്രം തന്ന ആസുവ. നിത്യം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു മന്ത്രമാണ്. ഓം വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ യത് ഭദ്രം തന്ന ആസുവ. സകല പ്രപഞ്ചത്തിനും വെളിച്ചമായിട്ട് നിൽക്കണ ആന്തരിക സൂര്യൻ, നമ്മുടെ ഇൻറ്റേർണൽ സൺ, നമ്മുടെ ആത്മാവായിട്ടുള്ള സൂര്യനും പുറത്തുള്ള സൂര്യനും ഒന്നാണ്. ആ സൂര്യൻ നമ്മുടെ സകല ദുരിതങ്ങളെയും ശമിപ്പിക്കട്ടെ എന്നാണ്. ഈ മന്ത്രം കൊണ്ട് നമുക്ക് ഏത് ദേവനെ വേണമെങ്കിലും ദേവിയെ വേണമെങ്കിലും പൂജ കഴിക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ അമ്മയാണ് പ്രാർത്ഥിക്കണത്, പരാശക്തിയാണ്, നമ്മളെ ഭക്തിയാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയാണ്, അല്ലെങ്കിൽ മഹാദേവനെയാണ്, അയ്യപ്പസ്വാമിയാണ്, സുബ്രഹ്മണ്യനാണ്, ആരോ ആവട്ടെ, ഏത് ദേവനോടും പ്രാർത്ഥിക്കാം ദിവസം രാവിലെ. സകല ദുരിതശാന്തിക്ക് വേണ്ടിയിട്ട് ഈ ഓം വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസു യത് ഭദ്രം തന്നാസുവ എന്നാണ്. ദുരിതശാന്തിക്കാം. വേദം നിലകൊള്ളുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ അതിലൊക്കെയാണ്. ദുരിതശാന്തി എന്ന് പറഞ്ഞാൽ പൂർവകർമ്മം നശിപ്പിച്ച് തരിക, നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ വിഷമതകളെ ലഘൂകരിച്ച് തരിക, യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോവുക. വേദത്തിനെ കറന്നെടുത്തതാണല്ലോ വേദാന്തം, ഉപനിഷത്ത് എന്ന് പറയുന്നത്, ഉപനിഷത്തുകളൊക്കെ. പക്ഷേ വേദത്തിൻ്റെ ഉള്ളിൽ തന്നെ അനവധി രത്നങ്ങൾ കിടപ്പുണ്ട്. ആ രത്നങ്ങളുടെ ഒരു മകുടമാണ് ഗായത്രി മന്ത്രം. ഓം ഭൂർഭുവ സ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ശരിക്കും മന്ത്രത്തിൽ വേദത്തിൽ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി എന്ന് തുടങ്ങുള്ളൂ. ആ ആദ്യത്തെ 3 വ്യാഹൃതികളെന്ന് പറഞ്ഞാൽ ഭൂർഭുവ സ്വ, പിന്നെ വേറെയുണ്ട് 7 ചെല്ലും, ജന തപ മഹ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് 7 വ്യാഹൃതികളായിട്ടും ഗായത്രി ചെല്ലും. അതൊക്കെ മാറ്റി നിർത്തി ആ തത് സവിതുർവരേണ്യം എന്ന് പറയണതും നമ്മുടെ അകത്തുള്ള ഇൻറ്റേർണൽ സൂര്യനെയാണ്, അകത്തുള്ള ആത്മാവിനെയാണ് അത് പ്രാർത്ഥിക്കുന്നത്. ഇതേപോലെ നമുക്കറിയുന്ന അനവധി മന്ത്രങ്ങൾ. ത്രംബകം മജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമധ്രാത് മൃത്യോർ മുക്ഷിയമാമൃതം. നമ്മുടെ ശരീരത്തിനെ ഒരു എന്താ പറയുക, ഉർവാരുകം, അത് ഒരു നോർത്തിലൊക്കെ ഹിമാചൽ പ്രദേശിലൊക്കെ കാണുന്ന ചെറിയ നമ്മുടെ കോവയ്ക്ക എന്ന് പറയും, അതുപോലുള്ള ചെറിയ കുമ്പളങ്ങ പോലുള്ളൊരു സാധനം. അത് പൊട്ടണത് വീഡിയോസ് യൂട്യൂബിൽ നോക്കിയാൽ കാണും. അത് കണ്ടാലാണ് ആ മന്ത്രത്തിൻ്റെ ബ്യൂട്ടി അറിയാം. അത് പൊട്ടുമ്പോൾ അത് പൊട്ടി പുറത്തേക്ക് പോകുന്നത് പോലും അതറിയില്ല, അങ്ങനൊരു ബ്ലാസ്റ്റാണ് അത്. നമ്മളൊരു ഹൈ സ്പീഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് സ്ലോ മോഷനിൽ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലാസ്റ്റ് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിയാണ്. മൃത്യുഞ്ജയ മന്ത്രത്തിൽ അതാണ് പറയണത്, ആ കായാണ് പറയണത്. നമ്മുടെ നാട്ടിലത് വെള്ളരിക്കയാണെന്ന് പറയും ഇവിടുത്തെ വ്യാഖ്യാനിക്കണ ആചാര്യന്മാർ. നമ്മുടെ വെള്ളരിക്ക അങ്ങനെ പൊട്ടില്ല. ഹിമാചൽ പ്രദേശിലും നോർത്ത് ഈ ഹിമാലയൻ ശിവാലിക്സിലാണ് അത് കാണുക. എങ്ങനെയാണ് ശരീരം കളയേണ്ടത് വെച്ചാൽ, പഴുത്ത് പാകമായിട്ടുള്ള ഈ വെള്ളരിക്ക അതിൻ്റെ നെട്ടിന്ന് വിട്ടു പോണ പോലെ പോണമെന്നാണ്. മരണത്തിന് ഇത്രയും ബ്യൂട്ടിയായിട്ട് പറയുന്ന ഒരു ഭാഗം കാണില്ല. ഇനി നമ്മൾ അമ്പലങ്ങളിൽ കൊടുത്തിട്ട് വഴിപാട് കഴിപ്പിക്കണം ഐക്യമത്യ സൂക്തം. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുമ്പോൾ ഉടനെ പറയും ഐക്യമത്യ സൂക്തം എന്ന് എഴുതി കൊടുക്കും. അത് ശരിക്ക് ഓർഗനൈസേഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സംഘടനാ സൂക്തം എന്ന അതിൻ്റെ പേര്. സംസവിദ്യവസേ വൃഷൻ അഗ്നേ എന്നിട്ട് ആഥർവവേദത്തിലുള്ള മന്ത്രം അത്. ഞങ്ങൾക്ക് ഒരേ മനസ്സായിരിക്കട്ടെ, ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കട്ടെ, ഞങ്ങൾക്ക് എപ്പോഴും കൺസെൻസസ് ഉണ്ടാവട്ടെ, ഞങ്ങളുടെ കൈകളൊക്കെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പവർഫുള്ളായിട്ടില്ല. ശരിക്കും ഏത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പും ചൊല്ലേണ്ട മന്ത്രം ഈ ഐക്യമത്യ സൂക്തമാണ്. ഗണപതിക്ക് അത് വളരെ വിശേഷമാണ്. ഹോമത്തിൽ ഐക്യമത്യ സൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലിയും ഹോമമൊക്കെ വളരെ വിശേഷമാണ്. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള അനവധി കാര്യങ്ങൾ ഈ വേദത്തിൻ്റെ ടച്ചിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വേദം നമ്മളിൽ തൊട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള വേദത്തിനെ എങ്ങനെ കേൾക്കണം എന്നാണ് ഉപനിഷത്ത് പറയണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭദ്രം കർണേ വിശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷപര്യജത്ര. നമ്മുടെ ചെവി കൊണ്ടാണ് കേൾക്കണം. ഈശ്വരൻ എപ്പോഴും നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് ചെവി വഴിയാണ്. ഭാഗവതവും പറയുന്നുണ്ട്, കർണരന്ധ്രത്തിൽ കൂടെയാണ് ഭഗവാൻ പ്രവേശിക്കണമെന്ന്. ഒരു കൊച്ചു കുഞ്ഞാകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ശരിക്കും ഉറച്ചു വരുന്നതിന് മുമ്പേ അമ്മയും അച്ഛനും മുത്തശ്ശിമാരും ഒക്കെ പറയണത് ദാ അമ്പാട്ടിയെ തൊഴൂ, ഗുരുവായൂരപ്പനെ തൊഴൂ, മഹാദേവനെ തൊഴൂ എന്നൊക്കെ പറഞ്ഞ് ആ വാക്കുകളിൽ കൂടെ നമ്മുടെ ചെവി കൂടെയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. വേദം അങ്ങനെയാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് നല്ലത് ഞങ്ങളുടെ ചെവികൾ കേൾക്കട്ടെ. ഭദ്രം കർണേ വിശൃണുയാമദേവ. ശ്രുതി എന്ന് വേദത്തിന് പേര് വരാൻ കാരണം അന്നിപ്പോൾ പെൺകുട്ടികൾക്ക് പേരിടും. ആർക്കും അറിഞ്ഞൂടാ എന്താ ശ്രുതി എന്ന്, അല്ലെങ്കിൽ പാട്ടിൻ്റെ ശ്രുതിയാന്ന് പറയും മാക്സിമം. യഥാർത്ഥത്തിൽ എന്താ ശ്രുതി?
വേദമാണ് ശ്രുതി. അറിവ് എന്തിനെക്കുറിച്ചുള്ള അറിവ്? അവനവനെ തിരിച്ചറിയാനുള്ള അറിവ്. അവനവൻ ആരാണ് എന്ന് മനുഷ്യൻ ആദ്യം ചിന്തിച്ചപ്പോൾ, ഞാൻ ആരാ, ഞാൻ എവിടുന്ന് വന്നു, എവിടേക്കാണ് എൻ്റെ യാത്ര, ഈ കാണായ ലോകം എങ്ങനെ ഉണ്ടായി, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അപ്പോൾ അവർ ആന്തരികമായിട്ടുള്ള ആത്മാവിനെ സൂര്യനുമായിട്ട് കണ്ടു. അവനവൻ്റെ മനസ്സിനെ, അവനവൻ്റെ സെൻസുകളുടെ മുഴുവൻ രാജാവ് മനസ്സാണ്. കണ്ണിൽ കൂടെ കാണുന്നതും കാതിൽ കൂടെ കേൾക്കുന്നതും മൂക്കിൽ കൂടെ മണക്കുന്നതും തൊലി കൊണ്ട് തൊട്ടറിയണതും ഒക്കെ അനുഭവിച്ചറിയണതും മനസ്സാണ്. സോ ഹീ ഈസ് ദ കിങ്. ആ മനസ്സിനെ അവർ ഇന്ദ്രിയങ്ങളുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ ഇന്ദ്രൻ എന്ന് വിളിച്ചു. ഇന്ദ്രൻ ച ഇന്ദ്രിയങ്ങളുടെ രാജാവ്. അഗ്നിയും വായുവും വരുണനും, വരുണൻ ഈ ഞാനിപ്പോൾ സ്കാറ്റേഡായിട്ട് കുറച്ച് പറയണത്, എന്നാലും പറയണം, അതിരാത്രത്തിൽ മൈത്രാവരുണിയം പശു എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. വൈദിക യാഗമാണല്ലോ. അതിൽ മന്ത്രങ്ങൾ ഭയങ്കര രസമാണ്. ഞാനത് മുമ്പ് ചില പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പറയുക, മിത്രനും വരുണനും ഇണപിരിയാത്ത കൂട്ടുകാരാണ്. അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ചാണ് ബലി കൊടുക്കുക. മിത്രനും വരുണനും ഇൻസെപ്പറബിളായിട്ടുള്ള ഫ്രണ്ട്സാണ്. 2 ഭാഗം മിത്രനും 1 ഭാഗം വരുണനും ചേരുമ്പോൾ ജലമുണ്ടാവണമെന്ന് മന്ത്രമാണ്. വരുണൻ നടുക്ക് നിൽക്കുക, 2 സൈഡിലും മിത്രൻ നിൽക്കുക. അപ്പോൾ ജലം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് മന്ത്രം കൊടുക്കണത്. അടുത്ത വരിയാണ് ഏറ്റവും രസം. സൂര്യമണ്ഡലം മിത്രനാൽ ആവൃതമായിരിക്കണമെന്ന്. അപ്പോൾ ആരാ മിത്രൻ? ഹൈഡ്രജൻ. ആരാ ഓക്സിജൻ? വരുണൻ. വരുണൻ സമുദ്രത്തിൻ്റെ ദേവനാണ്, ജലത്തിൻ്റെ ദേവനല്ല. ജലത്തിന് അപ്സുക്കൾ എന്ന് പറഞ്ഞിട്ട് മന്ത്രങ്ങളുണ്ട് വേദത്തിൽ. വരുണൻ ഓക്സിജനാണ്. സമുദ്രമാണ് ഏറ്റവും വലിയ റിപ്പോസിറ്ററി ഓക്സിജൻ്റെ. ജീവൻ ഭൂമിയിൽ വരുണപാശത്താൽ കെട്ടപ്പെട്ടിരിക്കണമെന്ന് മന്ത്രം വരണം. എന്താ അതിൻ്റെ അർത്ഥം? ഓക്സിജനാണ് ഭൂമിയിൽ ജീവനെ കെട്ടിയിടുന്നത്. ഓക്സിജൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ജീവൻ പോയി. ഇങ്ങനെ അനവധി മന്ത്രങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ, ഡോക്ടർ നിഷാപിള്ള പറഞ്ഞ പോലെ, വേദിക് മാത്തമാറ്റിക്സിൻ്റെ കാര്യം, എത്രയോ സൂത്രങ്ങളിൽ സങ്കീർണമായ ഗണിതക്രിയകൾ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. വേദം എത്ര നമ്മൾ മുങ്ങി തപ്പി എത്ര എടുത്താലും അതിൻ്റെ അകത്തുനിന്ന് തീരില്ല. ഈ ഭാരതീയതയുടെ അടിസ്ഥാനം തന്നെ അതാണ്. ഭാരതീയത എന്നല്ല, ഈ കൺസെപ്റ്റ് ഓഫ് നേഷൻ എന്നുള്ളത് അതിൽ നിന്നാണ് വരണത്. അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായി വന്നിട്ടുള്ള സകല ആശയങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ ആശയങ്ങളെ കൊള്ളേണ്ട രീതിയിൽ കൊള്ളാണ്ടിയും തള്ളേണ്ട രീതിയിൽ തള്ളാണ്ടിയും അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് മാറ്റി മറിച്ചിട്ടുമാണ് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് നല്ലതും സ്പ്രൗട്ട് ചെയ്തിട്ടുള്ളതും ചീത്ത സ്പ്രൗട്ട് ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതിൻ്റെ അടിത്തറയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം സതുദ്ദേശവും എല്ലാം നല്ലതേ കാണുള്ളൂ. വേദത്തിൽ ഒരൊറ്റ മന്ത്രം എൻ്റെ ശത്രു നശിക്കട്ടെ എന്ന് കാണില്ല. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 3 വേദങ്ങളിൽ. അഥർവത്തിലെത്തുമ്പോഴേക്കും ഉണ്ട്. എല്ലാറ്റിലും ഉണ്ടാവും എൻ്റെ ശത്രുത, എന്നോടുള്ള മറ്റുള്ളവൻ്റെ ശത്രുത നശിക്കട്ടെ എന്നേ പറയൂ. പ്രധാന പ്രാർത്ഥനകളൊക്കെ നല്ല മക്കളുണ്ടാവണേ, കന്നുകാലികൾ നല്ല ഉണ്ടാവണേ, നല്ല കൃഷി ആദായം ഉണ്ടാവണേ, നല്ല മഴ കിട്ടണേ, ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനകൾ. കാരണം ഈ നല്ല മക്കളുണ്ടായാലേ നല്ല സിവിലൈസേഷൻ ഉണ്ടാവുള്ളൂ, നല്ല ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ, നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവുള്ളൂ, നല്ല വക്കീലന്മാരുണ്ടാവുള്ളൂ, നല്ല ഭരണാധികാരികൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ നല്ല മക്കളുണ്ടാവണേ. ഇന്നതിന് പുച്ഛ, നല്ല മക്കളുണ്ടാവണേ പ്രാർത്ഥിക്കുന്നു വിഡ്ഢികൾ എന്ന് പറയും. നല്ല മക്കളുണ്ടാവണം, അത് സ്നേഹിച്ചിട്ടുണ്ടാവണം, കാമത്തിലുണ്ടാവരുത്, അസമയത്ത് ഇണചേരരുത്. ഇതൊക്കെ പറയുന്നുണ്ട്. സിവിലൈസേഷൻ്റെ ബേസിക്സാണ് പറയണത്. അപ്പോൾ അന്നുള്ളവർക്കാണോ സംസ്കാരം, ഇപ്പോൾ ഉള്ളവർക്കാണോ സംസ്കാരം, ഇതറിയണം. ഈ വേദത്തിലേക്ക് ചെന്നാൽ മതി, ശരിക്കും മനസ്സിലാവും. അപ്പോൾ വേദം ധർമ്മഭൂലം എന്ന് നമ്മൾ പറയുമ്പോൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വേദം വരണു എന്നാണ് അതിൻ്റെ അർത്ഥം. വേദത്തിൻ്റെ അർത്ഥം ജ്ഞാനമാണ്, അത് അപൗരുഷയമാണെന്നാണ് പറയുക. അതായത് വേദം ആരും എഴുതി വെച്ചതല്ല, അത് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് കാലാകാലങ്ങളിൽ ഓരോരുത്തർക്കും ഉള്ളിൽ തോന്നും മന്ത്രങ്ങളായിട്ട്, അത് പുറത്തേക്ക് വരും. അതിൽ ഋക്ക് മുഴുവൻ ബ്രഹ്മാവിൻ്റെ വായിന്ന് വന്നതാണ്. ഋഗ്വേദം മുഴുവൻ സ്തുതിമന്ത്രങ്ങളാണ്. ആ സ്തുതിമന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാക്ടിക്കലി ചെയ്യേണ്ട യജ്ഞങ്ങളുടെ മാനുവൽ പോലെയാണ് യജുർവേദം. യജുർവേദത്തിൻ്റെ ഉള്ളിലാണ് പ്രിൻസിപ്പിളായിട്ടുള്ള ഒരു മഹാമന്ത്രം വരുന്നത്, ശ്രീരുദ്രം. അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ വരണതാണ് നമഃശിവായ.
അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം 4 വേദത്തിനെയും ഒരു നല്ല ബർത്ത്ഡേ കേക്ക് മാതിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് ഒരു കട്ടിങ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി അത് കറക്റ്റ് നമശിവായ എന്നുള്ള മന്ത്രത്തിൽ പോയിട്ട് നിൽക്കും. നമശിവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജടയും മുടിയൊക്കെ വെച്ചിട്ട് ചന്ദ്രക്കല വെച്ച് ശൂലം പിടിച്ച് നിൽക്കുന്ന ഒരാളെ അല്ല പറയണത്. അവിടെ ശിവൻ എന്ന വാക്കിന് ഓസ്പീഷ്യസ്, നമശിവായ ജ ശിവതരായ ജ എന്നാണ് പറയുന്നത്. സല്യൂട്ടേഷൻ ടു ദ ഓസ്പീഷ്യസ് ആൻഡ് ടു ദ മോസ്റ്റ് ഓസ്പീഷ്യസ്. അതെന്താ? നമ്മുടെ ആത്മാവന്നെ. അതുകൊണ്ട് പിൽക്കാലത്ത് ശിവോഹം 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 എന്ന് വേദാന്തം പറഞ്ഞത്, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി. ഈ ഓരോ വേദത്തിനും ഓരോ മഹാവാക്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയം ആത്മാ ബ്രഹ്മ. എല്ലാം പറയണത് ഞാൻ അനശ്വരമായിട്ടുള്ള വസ്തുവാണ്, ബോധമാണ്, ബ്രഹ്മമാണ് എന്ന് അടിച്ചുറപ്പിച്ച് പറയണു. ഇതിൻ്റെ എക്സ്പാൻഷൻസ് ആയിട്ടാണ് പിൽക്കാലത്ത് പുരാണങ്ങളൊക്കെ വരണത്. ഈ കോറായിട്ടുള്ള വേദിക് ടെക്സ്റ്റുകളിൽ ഋക്കും യജുസ്സും സാമും. ആ ഋക്ക് എന്താന്ന് പറഞ്ഞു? സ്തുതികളാണ്. അതിൻ്റെ പ്രയോഗവിധികൾ ചേർന്ന് കഴിഞ്ഞാൽ യാഗത്തിന് ഉപയോഗിക്കുക. വന്നു കഴിഞ്ഞാൽ അത് യജുസ്സായി. അതിലുപയോഗിക്കേണ്ട, യാഗങ്ങളിൽ ഉപയോഗിക്കേണ്ട ഗാനങ്ങൾ പാടാൻ 2 സ്വരം ഉപയോഗിച്ചിട്ട് ഋഗ്വേദത്തിൻ്റെ മന്ത്രങ്ങളെ തന്നെ നീട്ടിപ്പാടുക, മധ്യമവും പഞ്ചമവും ഉപയോഗിച്ചിട്ട്. അതാണ് സാമം. അതുകൊണ്ടാണ് സാമഗാനം എന്ന് പറയുന്നത്. സാമം ഗാനം ചെയ്യുക. അതിന് കണക്കുകളുണ്ട്. അത് കേരള സമ്പ്രദായം വളരെ വിശേഷമാണ്. കേരളത്തിലെ സമ്പ്രദായത്തിലുള്ള ചെല്ലൽ വേറെ എവിടെയില്ല. അഫ്ഗാനിസ്ഥാൻ്റെ അപ്പുറത്ത് എവിടെയോ ഉണ്ട്, ഏതോ ഒരു ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞാൽ കേരളത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ അവിടുന്ന് വന്നതാന്ന് പറയുന്നത്, കപ്പൽ കയറിയിട്ട് 5-6 നൂറ്റാണ്ടിലും. ഇതിൻ്റെ ഇടയിൽ എവിടെയും ഈ പദ്ധതി കാണില്ല. തിരുനാവായ വെച്ച് ഘടോൽക്കജൻ ഉപദേശിച്ചു എന്നൊക്കെയാണ് സങ്കല്പം. കടവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്യോന്യം നടക്കുമ്പോൾ ഇതിൻ്റെ പരീക്ഷ നടക്കും. ഇറുക്കും ഇതൊക്കെ ചെല്ലണേൻ്റെ. അതിന് തന്നെ പല സ്കൂൾസ് ഉണ്ട്. ജഡാരഥ, അങ്ങനെ പല പല പരിപാടികളുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ഘനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഘനപാടി എന്നൊക്കെ നമ്മൾ പേര് കാണില്ലേ. അങ്ങനെയൊക്കെ അനവധി രീതികളുണ്ട്. അതൊക്കെ അതൊരു കടലാണത്. ആ രീതിയിലേക്കൊന്നും നമുക്ക് പോകണ്ട. അപ്പം ഈ മന്ത്രങ്ങൾ എവിടെയും എഴുതി വയ്ക്കപ്പെടാതെ തലമുറകളായിട്ട് ചൊല്ലി പഠിപ്പിച്ചാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കേരളത്തിലൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ തല പിടിച്ചിട്ട് ഇങ്ങനാക്കി ആ സൗണ്ട് കറക്റ്റ് പിടിച്ച് വരുത്താൻ കൊച്ചു കുഞ്ഞാകുമ്പോൾ തൊട്ട് പഠിപ്പിക്കും. അങ്ങനെ മെമ്മറൈസ് ചെയ്ത് വരികയാണ്. അങ്ങനെ ശ്രുതിയെ ഓർത്ത് വെച്ചാൽ അത് സ്മൃതിയായി. അതാണ് സ്മൃതി. ശ്രുതിയെ ഓർത്ത് വെച്ചാൽ അത് സ്മൃതിയായി. അങ്ങനെ കയറി വന്നത്. എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഈ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഹാത്മാവ് ഡോക്ടർ ഫ്രിറ്റ്സ് സ്റ്റോൾ ഇൻഡോളജിസ്റ്റായിരുന്നു. അദ്ദേഹമാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള പാഞ്ഞാൾ അതിരാത്രം ആദ്യം നടത്തിയത് 1975 പൊതുജനങ്ങൾക്ക് കാണാൻ പാകത്തിൽ. അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ടൊരു ഒബ്സർവേഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വേദമന്ത്രങ്ങളൊക്കെ ശരിക്കും ശബ്ദങ്ങളുടെ ഒരു കൂട്ടാണ്. ആ ശബ്ദങ്ങൾ ഇന്നിന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഋഷിമാർക്ക് അറിയായിരുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ പുറകിലുള്ള മെക്കാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഹ്യൂമൻ ബ്രെയിൻ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയണം. ആ മഹാത്മാവ് ശരീരം വിട്ടു കഴിഞ്ഞു, മരിച്ചുപോയി. സ്റ്റോള് വളരെ കൃത്യമായിട്ട് പഠിക്കും. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡിസ്കവറിങ് വേദാസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അഗ്നി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മാഗ്നം ഓപ്പസ് ബുക്കുണ്ട്. അത് പക്ഷെ അപ്പോൾ അധികം കിട്ടുന്നില്ല, 2 വോളിയത്തിലുള്ള അതിരാത്രത്തിനെ കുറിച്ച്. പക്ഷേ ഈ ഡിസ്കവറിങ് വേദാസ് പെൻഗ്വിൻ പബ്ലിക്കേഷനാണ്. അപ്പം ഒരു താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം വാങ്ങി വായിക്കാവുന്നതാണ്. അതിൽ വേദത്തിൻ്റെ മന്ത്രത്തിൻ്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അദ്ദേഹം നമുക്കൊക്കെ സ്ലേമൻ ടേംസിൽ വായിക്കാൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭഗവാന് എന്താ പറയുക, ഗുരുവായൂരപ്പൻ്റെ ഒരു കൃപ കൊണ്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റ് സെക്ഷനിൽ അദ്ദേഹം എൻ്റെ പേരും കൂടെ എഴുതി ചേർത്തിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ. അപ്പം അങ്ങനെ ആ പുസ്തകം ഒരു പ്രൈമറായിട്ട് ശരിക്കും വേദിക് മന്ത്രങ്ങളെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് അധികം വിദേശികൾ നമ്മുടെ വേദത്തിന് ഇത്ര വൃത്തിയായിട്ട് മനസ്സിലാക്കിയത് ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് അനുസ്മരിക്കാൻ ഈ സമയമൊന്നും വിനിയോഗിച്ചു എന്ന് മാത്രം. ആ മഹാത്മാവിനെ മറക്കാൻ സാധിക്കില്ല. പിന്നെ ഋക്ക് യജുസ് സാമും ബ്രഹ്മവാൻ്റെ മുഖത്തുനിന്ന് വന്നതാണ്. അതല്ലാതെ വന്നതാണ് അങ്കിരസിൻ്റെ മുഖത്തുനിന്ന് വന്ന അധർവങ്ങൾ. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മന്ത്രങ്ങൾ പറയാൻ പറ്റുമോ? അവന് വേദമുണ്ടാവുമോ? സിവിലൈസേഷൻസ് അത് അംഗീകരിക്കുമോ എന്നുള്ളൊരു വിഷയം വന്നു. അങ്കിരസിൻ്റെ മനസ്സുനിന്ന് അനവധി
മന്ത്രങ്ങൾ പൊട്ടി പുറപ്പെട്ട് വന്നപ്പോൾ സിവിലൈസേഷൻസിൻ്റെ നാഥനായിട്ടുള്ള ദക്ഷൻ അത് സമ്മതിച്ചില്ല അത്രേ. ഹൗ ഡെയർ യു, എൻ്റെ അച്ഛൻ ബ്രഹ്മാവിന് മാത്രമേ വേദങ്ങൾ പറയാനുള്ള അവകാശമുള്ളൂ. യു ഹാവ് നോ റൈറ്റ് ടു കം അപ്പ് വിത്ത് സംതിങ് ന്യൂ. ലോകത്ത് എപ്പോഴും അങ്ങനെയാണല്ലോ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവനെ അപ്പ ചവിട്ടും. അദ്ദേഹം പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിനെ ചവിട്ടി, അദ്ദേഹത്തിനെ ഋഷിസംഘങ്ങളിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം സങ്കടപ്പെട്ടിട്ട് മഹാദേവൻ്റെ അടുത്ത് പോയി. അന്ന് മഹാദേവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ്. മഹാദേവൻ്റെ അടുത്ത് ചെന്ന് സങ്കടപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ പറയുക, ഞാൻ കേൾക്കട്ടെ പറഞ്ഞു. മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞതും വേദം തന്നെ, ഞാനിതാ 4ാമത്തെ വേദമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ഇത് ദക്ഷനെ ചൊടിപ്പിച്ചു. അല്ലാണ്ട് സതിയെ കല്യാണം കഴിച്ചോ ഒന്നുമല്ല ദക്ഷനും ശിവനും തമ്മിലുള്ള റൈവലറിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദക്ഷൻ നിരാകരിച്ച ഒരു ഐറ്റത്തിനെ സർട്ടിഫൈ ചെയ്തു ശിവൻ. അഥർവത്തിൻ്റെ പ്രചാരം വരണത് അങ്ങനെയാണ്. അങ്ങനെ അഥർവത്തിൻ്റെ കാലം എത്തിയപ്പോഴേക്കും മനുഷ്യൻ്റെ സിവിലൈസേഷനിൽ ദുഷിപ്പുകൾ വർദ്ധിച്ചു കഴിഞ്ഞു, തമ്മിൽ സ്പർദ്ധകൾ വന്നു. നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ തകർന്നത് എങ്ങനെയാണ്? ഒരമ്മ മക്കൾക്ക് ഉണ്ടാക്കണത് അതേ വീട്ടിലെ ആൾക്ക് കൊടുക്കാണ്ട് മാറ്റി വയ്ക്കും രഹസ്യമായിട്ട്. അങ്ങനെയാണ് കൂട്ടുകുടുംബം തകർന്നു തുടങ്ങിയത് കേരളത്തിൽ. ഷെയറിങ് എന്ന് നിന്നോ അന്ന് കൂട്ടുകുടുംബം തകർന്നു. അതോടുകൂടി നമ്മുടെ പാടങ്ങളുടെ വയലുകളുടെ കഷ്ടകാലം തുടങ്ങി. കാരണം കോളനി ആവാൻ തുടങ്ങി, എല്ലാം കോളനികളായി. കേരളത്തിന് ആകെ കഴിഞ്ഞ 100 കൊല്ലത്തിലുണ്ടായ ഒറ്റ ഗുണം എന്നാണ്, കുറേ തറവാട് തകർന്നു, കുറേ കോളനി ഉണ്ടായി. ഇപ്പോൾ ആ കോളനികളൊക്കെ ഗോസ്റ്റ് ടൗണുകളായിട്ട് കിടക്കുന്നു. കാരണം താമസിക്കാൻ ആളില്ല. എല്ലാവരും നാട്ടിൽ വീട് കെട്ടുന്നുണ്ട്, പക്ഷെ താമസിക്കുന്നില്ല. തൊട്ട് മുമ്പുള്ള തലമുറ ഇതിനെയൊക്കെ വലിച്ചെറിഞ്ഞ് ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അമ്മാത്ത എത്തിയതുമില്ല. ഇപ്പോഴത്തെ പിള്ളേരാണ് ഇപ്പോൾ ഇതൊക്കെ തപ്പിയെടുത്ത് വരണത്. അത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമുക്ക് തോന്നുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിൽ താല്പര്യമില്ല എന്ന്. കാരണം ഞാൻ ഈ മേഖലയിൽ ഇപ്പോൾ 2018 ഞാൻ പ്രഭാഷണങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അനവധി ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ഇതിൽ താല്പര്യമുള്ളവർ വിദേശത്തും സ്വദേശത്തും, പ്രത്യേകിച്ച് വിദേശത്തും. അപ്പം നമ്മുടെ ഇതിലേക്ക് നമ്മൾ നോക്കി വരുമ്പോൾ വേദങ്ങളുടെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കലൊന്നും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല. എന്നാലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ന് വൈദികമായിട്ടുള്ള വേദത്തിൻ്റെ അർത്ഥം ചർച്ച ചെയ്യപ്പെടേണ്ടതും വേദത്തിലുള്ള അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ആവശ്യകത എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളൊക്കെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ആൾക്കാരാണ്. ഇപ്പം കാര്യം നടക്കണം, നടന്നില്ലെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല. നമ്മളെ ആണെങ്കിൽ ഇൻഫർമേഷൻ കൊണ്ട് ഇങ്ങനെ ബൊമ്പാഡ് ചെയ്തുകൊണ്ടിരിക്കും. കൗണ്ട്ലെസ് ചോയ്സസാണ് നമുക്കിന്ന്. എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സൊമാറ്റോ എടുത്ത് ഓപ്പൺ ചെയ്താൽ തന്നെ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ദുബായിലൊക്കെ എത്ര വേണമെങ്കിലും മെനു ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് US അതുമാതിരി എത്രയോ ഹോം ഡെലിവറികളുടെ ആ മെനു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം ഉണ്ട്. ചോയ്സാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചോയ്സ്, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചോയ്സ്. ഇന്ന് അതിസമൃദ്ധിയാണ്. ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോലും, ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇന്ന് ഒരു ശരാശരി മനുഷ്യൻ പോലും നമ്മുടെ നാട്ടിൽ ജീവിക്കണത്. അതാണ് അവസ്ഥ. ദാരിദ്ര്യം എന്നൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഫ്രെയിംവർക്കിൽ പറയുന്നേ ഉള്ളൂ. പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാം, എവ്രിബഡി ഹാസ് മണി ടു സ്പെൻഡ് ഫോർ ദെയർ പ്ലഷേഴ്സ്. ആ സിറ്റുവേഷനിലേക്ക് ആയിക്കഴിയും. നമ്മളാണെങ്കിൽ നമുക്ക് ഒരുപാട് പേഴ്സണൽ അംബീഷൻസായി. പണ്ടത്തെ പോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല. നമ്മുടെ മനസ്സുകൾ വിസ്തൃതമായി. യാത്രകൾ പോകണം, പുതിയ നാടുകൾ കാണണം, കുറേ സമ്പാദിക്കണം, അല്ലെങ്കിൽ ഇന്ന അധികാര സ്ഥാനങ്ങളിലെത്തണം. ഇതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളിലാണ്. ബന്ധങ്ങളിലും അതായി. പണ്ടൊക്കെ ഒരു ബന്ധമേ വേണ്ടൂ, ഇപ്പോൾ അനവധി ബന്ധം വേണം. വ്യക്തിബന്ധങ്ങളിലും ഈവൻ വിവാഹബന്ധങ്ങൾ തന്നെ മൾട്ടിപ്പിൾ വിവാഹബന്ധങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. അതേമാതിരി നമ്മുടെ ഹെൽത്ത് കൺസേൺസും കൂടി അനവധി വിഷയങ്ങളാണ്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ അഥർവത്തിൽ കാണാൻ പറ്റും. അഥർവത്തിൽ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ ഇനീഷ്യൽ സംഭവങ്ങളൊക്കെ കാണാം. അസുഖങ്ങൾ, ഓരോതരം അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളെക്കുറിച്ച് പോലും, രൗഹണം എന്ന് പറയുന്ന കോലരക്കിനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ അർബുദത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡോക്ടർ MS വല്യത്താൻ്റെ പ്രസിദ്ധനായിട്ടുള്ള സർജൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട് ഇത്തരം പൈതൃകങ്ങളെക്കുറിച്ച്. ആ മഹാത്മാവ് എൻ്റെ വൈസ് ചാൻസലറായിരുന്നു ഞാൻ മണിപ്പാലിൽ പഠിക്കുമ്പോൾ. ഡോക്ടർ
5 മിനിറ്റ് അദ്ദേഹത്തിനോട് സംസാരിച്ചു. അതേപോലെ തന്നെ ബി ആർ ഷെട്ടി, അതെ, ആ എന്താ പറയുക, അവിടെ ഈ ഇത്തരം വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അനർഗളമായിട്ട് പറഞ്ഞു തരും. അവർ മോഡേൺ മെഡിസിൻ പഠിച്ചിരുന്നെങ്കിലും ഇതിനെയൊന്നും അവർ കളിയാക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഗ്രേറ്റ്നെസ്. മഹാഗുരുക്കന്മാരായിരുന്നു അവരൊക്കെ, ശരിക്കും അവരൊക്കെ സ്മരിക്കുക തന്നെ വേണം ഈ അവസരത്തിൽ. അപ്പം അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനസ്സിൻ്റെ സമനിലയ്ക്ക്, സമാധാനം പോട്ടെ, സമനിലയ്ക്ക് ഒരു എവർ ഗ്രോയിങ് നീഡ് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് നമുക്ക്. സമാധാനം പോയിട്ട് സമനില പോലും നമുക്കില്ല. മാത്രമല്ല ഈ വേദിക് വിസ്ഡത്തിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇതൊരു ടൈംലെസ് ഫ്രെയിംവർക്കാണ്. കാരണം മനുഷ്യ മനസ്സിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള അറിവിൻ്റെ ശേഖരങ്ങൾ വേറെ കാണില്ല. മനുഷ്യ മനസ്സിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒറ്റ ഗുരുനാഥനേ ഉള്ളൂ എന്ന് പറയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ദ ഗ്രേറ്റസ്റ്റ് സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് എവർ ടു വാക്ക് അപ്പോൺ ദിസ് എർത്ത്. നിങ്ങൾക്ക് സൗണ്ട് പ്രശ്നം വരേണ്ടോ അറിയില്ല, നാദസ്വരം ഭഗവാൻ എഴുന്നള്ളത്ത് പോവുകയാണ്. കൽപ്പാത്തിയിൽ തേരായതുകൊണ്ട് നാദസ്വരത്തിൻ്റെ ശബ്ദം വരുന്നുണ്ടാവും. മഹാവിഷ്ണു പത്നിമാരോട് കൂടിയിട്ട് കടന്നു പോവുകയാണ്, അപ്പം അതിൻ്റെ ശബ്ദം. അപ്പം അങ്ങനെ നമുക്ക് വേദത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് സാധാരണക്കാരായിട്ട് നമ്മൾ എടുക്കേണ്ടത്, ഒന്ന് ഫോക്കസ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ്, സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മെത്തേഡ്സ്, അർത്ഥവത്തായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള അറിവ്. നമുക്കിന്ന് അർത്ഥവത്തായിട്ടുള്ള ബന്ധങ്ങളില്ല, മീനിങ് ഫുൾ കണക്ഷൻസ് ഇല്ല ലൈഫിൽ, അഥവാ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മീനിങ് ഫുൾ കണക്ഷൻസ് ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല ആത്യന്തികമായിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു സംതൃപ്തി, തൃപ്തിയില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. തൃപ്തിയുള്ളവൻ സമ്പന്നനാണ്, തൃപ്തിയില്ലാത്തവൻ സമ്പന്നനല്ല. സമ്പത്തിൻ്റെ ബെഞ്ച് മാർക്ക് തൃപ്തിയാണ്. വേദം അത് വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ നമുക്ക് ശരിക്കും വേദത്തിൽ നിന്ന് പഠിക്കാവുന്നത് കോർ വേദിക് പ്രിൻസിപ്പിൾസ് ഇൻറ്റഗ്രിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ മനസ്സിരുത്തി നേടുക, അതുകൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നേടാനുള്ള മാർഗങ്ങൾ ആരായുക. നമ്മുടെ ആഗ്രഹങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ ഉയർന്ന പർപ്പസസ് ഉണ്ട് ലൈഫിൽ, നമ്മൾ എത്തിച്ചേരേണ്ട ആത്യന്തിക ലക്ഷ്യങ്ങൾ, ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. എന്താണ് ധ്യാനം, യോഗം, നിസ്വാർത്ഥമായിട്ടുള്ള സേവനം, അതുവഴി നമ്മുടെ മനസ്സിന് എങ്ങനെ തെളിച്ചം കിട്ടും, എങ്ങനെ മനസ്സിന് ഉറപ്പ് കിട്ടും, എടുക്കുന്ന തീരുമാനങ്ങൾ നന്നായിട്ട് തീരുമാനം എടുക്കുക, അത് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുക, സമയത്തിന് ഉചിതമായിട്ടത് എടുക്കുക, ആ എടുത്ത തീരുമാനം നിലനിർത്താൻ പറ്റുക. തീരുമാനം എടുക്കുന്നത് എന്തിനാണ്? നമ്മൾ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പല തീരുമാനങ്ങളും മനസ്സമാധാനം ഇല്ലായ്മയിലാണ് പോയിട്ടെത്തുക. അത് പഠിപ്പിച്ചു തരിക. മോഡേൺ ആയിട്ടുള്ള നമ്മുടെ കാലഘട്ടത്തിലെ ചാലഞ്ചുകൾ, സ്ട്രെസ്സ്, വർക്ക് ലൈഫ് ബാലൻസ്, ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, വേദത്തിൽ ഇതിന് മുഴുവൻ ആൻസറുകൾ. എങ്ങനെ വളരെ ബാലൻസ്ഡായിട്ടും വളരെ സമഞ്ജസമായിട്ട് ഹാർമോണിയസ് ആയിട്ടുള്ളൊരു ലൈഫ് എങ്ങനെ ജീവിതത്തിൽ പ്രവർത്തിക്കാമെന്ന് മാത്രമല്ല, ഈവൻ ഭക്ഷണ രീതികൾ പോലും. ഞാനത് പറയുമ്പോഴേക്കും വെജിറ്റേറിയനിസത്തിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വരികയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ജനിതകമായിട്ട് തലമുറകളായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ഭക്ഷണമുണ്ടോ ആ ഭക്ഷണത്തിനെ നമ്മൾ പെട്ടെന്നൊരു ദിവസം മാറ്റാൻ പറ്റില്ല. പടിയായിട്ടേ മാറ്റാൻ പറ്റില്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ വേറൊരു രൂപം വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ഭക്തി പ്രസ്ഥാനങ്ങൾ നിർബന്ധിതമായിട്ട് വെജിറ്റേറിയനിസം അടിച്ചേൽപ്പിച്ചിട്ട് ഹൈ ഇൻസിഡൻസ് ഓഫ് പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. ഞാൻ ഇന്നാൾ കൂടെ എയിംസിലത്തെ ഒരു ഡോക്ടർ എൻ്റെ ഒരു പ്രഭാഷണം ധന്വന്തിരി കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ മെഡിക്കോസിനാണ് ഇത് പറ്റുള്ളൂ, നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഭക്തിപ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നല്ലൊരു തീസിസ് ആയിരിക്കും. ഉള്ളി കഴിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള അനവധി നോൺസെൻസുകൾ പ്രചരിപ്പിക്കും. ജനിതകമായിട്ട് കാലങ്ങളായിട്ട് കഴിക്കാത്ത ആൾക്കാർക്ക് അത് പ്രശ്നമല്ല. പൊടുന്നനെ നിർത്താൻ പറയുകയാണ്. പൊടുന്നനെ നിർത്താൻ പറയുമ്പോൾ ബോഡിക്ക് ഉണ്ടാകുന്ന ഷോക്കുകൾ വേദം ഒരിക്കലും പറയുന്നില്ല. വേദം കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ആയിരിക്കണം ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരേണ്ടതെന്ന് അതിൻ്റെ സൂത്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പുരുഷാർത്ഥങ്ങളെന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4 ഇതേ വേണ്ടൂ മനുഷ്യന്. അത് ഏത് കാലഘട്ടത്തിലും
ഒരു 5000 കൊല്ലം മുമ്പ് അതേ വേണ്ടു, ഇപ്പോഴും അതേ വേണ്ടു, വരാനിരിക്കുന്ന ഒരു കാലത്തും മനുഷ്യന് അതേ വേണ്ടു. ഇത് 4 കിട്ടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ധർമ്മത്തിനെ എടുത്താൽ വേദം വൃത്തിയായി പറഞ്ഞു തരേണ്ട എന്താണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഘടന, ഓർഡറാണ്. എങ്ങനെ പെരുമാറിയാലാണ് പ്രപഞ്ചത്തിൻ്റെ ആ ഘടന ഇളകാതിരിക്കുക, അതാണ് ധർമ്മം. നമ്മളിപ്പോൾ അതിനെ ഒന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഓർഡർ അല്ലെങ്കിൽ ലോ ഓഫ് റൈറ്റ് കണ്ടക്റ്റ് എന്ന് പറയാം. അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ട് വരേണ്ട ഒരു കർത്തവ്യബോധം, ഇതൊക്കെ ചേർന്ന് വരുന്നതാണ് ധർമ്മം. ധർമ്മത്തിനെ തന്നെ 2ആയിട്ട് വേദം പിരിക്കുന്നു. ഒന്ന് എല്ലാ കാലത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ള ധർമ്മം, അതിന് മാറ്റില്ല. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്, ടൈംലെസ് പ്രിൻസിപ്പിൾസാണ്. പക്ഷേ ചില ധർമ്മങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ 6-ാം നൂറ്റാണ്ടിലത്തെ രീതിയിൽ ജീവിച്ചാൽ മതി എന്ന് നമ്മളെ പഠിപ്പിക്കും. 6-ാം നൂറ്റാണ്ടിലത്തെ മാതിരി ആടിനെ മേച്ചാൽ മതി, പശുവിനെ മേച്ചാൽ മതി എന്നൊക്കെ നമ്മളെ അടിച്ച് പഠിപ്പിക്കാൻ തുടങ്ങും. കോണ്ടെക്സ്ച്വലി മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. ഗീത തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഗീത ഇതിൻ്റെ മുഴുവൻ ചാറാണ്. അത് പറഞ്ഞു കൊടുത്ത കൃഷ്ണൻ്റെ അടുത്ത് അശ്വമേധത്തിൻ്റെ സമയത്ത് ഇവർ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും മദ്യപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അർജുനൻ പോലും കഴിച്ചിട്ടുണ്ട്. കൃഷ്ണനും യുധിഷ്ഠിരനും മദ്യപിച്ചിട്ടില്ല. ആ സമയത്ത് അർജുനൻ ഒരു കിക്കിന് പറയുക കൃഷ്ണൻ്റെ അടുത്ത്, കൃഷ്ണ എന്നാൽ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യമൊക്കെ പറഞ്ഞു തന്നില്ലേ, അത് ഈ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. കൃഷ്ണൻ അത് കേൾക്കാത്ത ഭാവത്തിൽ എഴുന്നേറ്റ് പോയി. പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട് ഉദ്യാനത്തിൽ, അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. അർജുനന് സൽബുദ്ധി ഉള്ളതുകൊണ്ട് അത് ഓർമ്മ വന്ന് പുറകെ പോയി എന്നു. അർജുനൻ അവിടെ ചെന്നിട്ട് ഭഗവാനെ എനിക്ക് തെറ്റുപറ്റി, എന്താ ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പറയാതെ കുഴപ്പമൊന്നുമല്ല. ഒരു കാര്യം നീ മനസ്സിലാക്കണം, യുദ്ധം തുടങ്ങുമ്പോഴുള്ള നീയും യുദ്ധം തുടങ്ങുമ്പോഴുള്ള ഞാനും ഇന്നില്ല, അന്നത്തെ കോണ്ടെക്സ്റ്റും ഇന്നില്ല. അന്നത്തെ കോണ്ടെക്സ്റ്റിന് ആവശ്യമായിരുന്നത് പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു സോഴ്സിൽ നിന്ന് എനിക്ക് വന്നു, അത് ഞാൻ നിനക്ക് തന്നു, എനിക്കതൊന്നും ഓർമ്മയില്ല. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിന് വേണ്ടത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് ധർമ്മത്തിനെ നിർവചിക്കാത്തിടത്തോളം നമ്മൾക്ക് ഒരിക്കലും പ്രോഗ്രസ് ഉണ്ടാവില്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കണ ചെളിക്കുളമായിട്ടുള്ള ഒരു പോണ്ടല്ല, ഒരു കുളമല്ല. അതിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റെയിലായിട്ടുള്ളതൊക്കെ ഒഴുകി പുറത്തേക്കും പോകണം. പുറത്തുനിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ഒഴുകിയും വരണം. പുതിയ പുതിയ ആശയങ്ങളുടെ ഒഴുക്കിനെയാണ് നമ്മൾ വേദത്തിൽ വിളിക്കുന്നത് സരസ്വതി. സരസ്വതി മോള് ചൊല്ലിയല്ലോ നേരത്തെ, അഷ്ണ ചൊല്ലിയില്ലേ, സരസ്വതി നമസ്തു. എന്താ സരസ്വതി? നമ്മൾ വിചാരിക്കുന്നു വീണയും പിടിച്ചിട്ട് പറഞ്ഞിട്ട് മീട്ടിക്കൊണ്ടിരിക്കണം, അതല്ല ആള്. സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഐഡിയാസ്. ഫ്ലോ ഓഫ് ഐഡിയാസ് ഉണ്ടെങ്കിലേ ക്രിയേഷൻ ഉണ്ടാവുള്ളൂ. ക്രിയേഷന് ഫ്ലോ ഓഫ് ഐഡിയാസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവൾ ബ്രഹ്മാവിൻ്റെ മകളായതും എന്നിട്ട് ഭാര്യയായതും. നമുക്കത് ഇൻസെസ്റ്റാണ്, പക്ഷേ കൺസെപ്ച്വലി അത് ഇൻസെസ്റ്റ് അല്ല, അത് ക്രിയേഷന് ഐഡിയാസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സരസ്വതി ബ്രഹ്മാവിൻ്റെ മകളാണ്. പക്ഷേ ഫർദർ ടു കണ്ടിന്യൂ ക്രിയേഷൻ യു നീഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഐഡിയാസ് ആൻഡ് സോ ഷീ പവേഴ്സ് ഹിം. അതുകൊണ്ട് ഭാര്യയാണെന്ന് പറഞ്ഞു. വേദത്തിൻ്റെ അടിസ്ഥാന സൃഷ്ടിയെക്കുറിച്ചുള്ള വേദത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളിലൊന്നത്. ഇത് മനസ്സിലാക്കിയ സരസ്വതി ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ബ്രഹ്മണസ്പതി എന്ന് പറയും. ആ ബ്രഹ്മണസ്പതി ബ്രഹ്മത്തിൻ്റെ മൂലസ്വഭാവം, അതിനെ നമ്മൾ ജ്യേഷ്ഠരാജൻ എന്ന് പറയും. അതുതന്നെയാണ് പുരാണത്തിൽ ഗണപതി ആവുന്നത്. ഗണാനാം ത്വാ ഗണപതികും ഭാമഹേ കവിം കവീന ഉപസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്ണൂതി വിസീത സാധനം. വീട്ടിൽ ഗണപതി ഹോമം നടത്തുമ്പോൾ പൂജാരി ചെല്ലിയിട്ട് ഹോമിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ മന്ത്രം. വേദം ഇവിടെയൊക്കെ നമ്മളെ തൊട്ട് പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ധർമ്മത്തിനെ എങ്ങനെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്നും പ്രാക്ടീസ് ചെയ്യണമെന്നും അത് പഠിപ്പിച്ചു തരുന്നു. വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളെ എങ്ങനെ ധർമാനുസൃതമാക്കണമെന്നും അത് പഠിപ്പിച്ചു തരുന്നു. ഉദാഹരണത്തിന് ഒരു വർക്ക് പ്ലേസിൽ എത്തിക്കലായിട്ടുള്ള ചോയ്സസ് എടുക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ എങ്ങനെ നമ്മൾ റെസ്പോൺസിബിൾ ആവണം അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ആവണം, ഏത് അളവ് വരെ ഡിപ്പെൻഡബിൾ ആവണം, ഏത് അളവ് വരെ റെസ്പോൺസിബിൾ ആവണം, കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്.
ഫാമിലിയൽ റെസ്പോൺസിബിലിറ്റീസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, രാഷ്ട്രത്തിനുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഗ്രൂപ്പുകളോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, വേർ വി ബിലോങ്, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ധർമ്മത്തിൻ്റെ വിശദമായ ചർച്ച നടക്കട്ടെ. ഇനി അർത്ഥം, പണം, സമൃദ്ധി. വേദത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ധനസമ്പാദനത്തിനെക്കുറിച്ച്. ശ്രീസൂക്തം എല്ലാവരും ഇരുന്ന് ചെല്ലും കാശുണ്ടാവാൻ, ആരും അതിൻ്റെ അർത്ഥം ചിന്തിക്കാറില്ല. അർച്ചന കൊടുക്കും, കുറച്ച് മഹാലക്ഷ്മി വരട്ടെ, ലോട്ടറി അടിക്കട്ടെ, അല്ലെങ്കിൽ ശമ്പളക്കയറ്റം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിരണ്യവർണ്ണാം ഹരിണിയും സുവർണ്ണ രജത സ്രജാം ചന്ദ്രാം ഹിരൺമയും ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ചെല്ലും. പ്യുവർ വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. പക്ഷെ നമുക്കത് റോണ്ട ബൈറൻ ദ സീക്രട്ടിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. യു ടോക്ക് ടു ദ യൂണിവേഴ്സ്, യു താങ്ക് ദ യൂണിവേഴ്സ്, യൂണിവേഴ്സ് വിൽ ഗിവ് യു, യു വിഷ്വലൈസ് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. ശ്രീസൂക്തം മുഴുവൻ വിഷ്വലൈസേഷനാണ്. സമൃദ്ധിയെ വിഷ്വലൈസ് ചെയ്യിപ്പിച്ച് അസിമുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യണം. കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. മോഡേൺ കാലഘട്ടത്തിൽ നമ്മൾ കൺസ്യൂമറിസം എന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയേ അല്ല. വെൽത്ത് അക്വിസിഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബാലൻസ്ഡ് വ്യൂ, ജീവിതത്തിന് അർത്ഥപൂർണമാക്കുന്ന ധനസമ്പാദനം, അല്ലാണ്ട് ഗ്രീഡ് ഡ്രിവൺ ആയിട്ടുള്ള വെൽത്ത് അക്യുമുലേഷൻ വേദം പറയണേയില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ശത്രുതയെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പറയണ അഥർവവേദത്തിൽ പോലും പറയണില്ല. ഗ്രീഡ് ഡ്രിവൺ അക്യുമുലേഷൻ എവിടെയും വരുന്നില്ല. അത് കഴിഞ്ഞ് ഭൗതികമായിട്ടുള്ള നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ആന്തരികമായിട്ടുള്ള സംതൃപ്തിയും എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നും പഠിപ്പിച്ചു തരണം. അതായത് മഹാലക്ഷ്മി എപ്പോഴാണ് മോശമാവറിയോ? നമ്മുടെ മോഡേൺ കാലത്ത് ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് കാശുണ്ടാവണത് മോശമാണ്, ദരിദ്രനായാലേ ദൈവത്തിനെ കിട്ടുള്ളൂ, സമ്പന്നന് ഭഗവാനെ കിട്ടില്ല. ഇങ്ങനത്തെ മണ്ടൻ സോഷ്യലിസ്റ്റിക് ആശയങ്ങളൊക്കെ ഒരു 15th സെഞ്ച്വറി തൊട്ടിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് കുചേലൻ്റെ കഥയും പറയും. പാവം കുചേലൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുചേലൻ ബ്രഹ്മവിത്തായിട്ടുള്ളൊരു ജ്ഞാനിയായിരുന്നു. അദ്ദേഹം സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ എന്തോ വീട്ടിൽ കുറച്ച് സ്വർണത്തിൻ്റെ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രം. കുചേലന് കൊടുക്കാൻ ഭഗവാന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഭഗവാൻ ഓൾറെഡി അവിടെ അകത്തുണ്ട്. കുചേലനാണ് നമ്മളെ ശരിക്ക് വേദത്തിൻ്റെ ജ്ഞാനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഐക്കൺസിലൊന്നും. ഈ ഹൈലി മിസ്ഇൻ്റർപ്രറ്റഡ്. അയാളുടെ ആക്ച്വൽ പേര് തന്നെ മാറ്റിയിട്ടാണ് കുചേലൻ, കീറിയ ചേല കൊടുത്തവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സുദാമാവ് എന്നാണ്. വൺ ഹൂ ഹാസ് കൺട്രോൾഡ് ഓൾ ഹിസ് സെൻസസ്. ദമനം ചെയ്തവൻ, അവനവൻ്റെ സെൻസുകളെ ദമനം ചെയ്തവൻ, സെൻസ് കൺട്രോൾ ചെയ്തിരിക്കണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് വിളിക്കാണ്ട് ഇപ്പുറത്ത് പോയിട്ട് കീറി പറഞ്ഞ ഡ്രസ്സ് കൊടുത്തവൻ എന്ന് പറയും. നമ്മൾക്ക് കാശില്ലെങ്കിലും കളിയാക്കണം, കാശുള്ളവനെയും കളിയാക്കണം. വൈശ്രവണെന്ന് നല്ലൊരു പേരുണ്ട്. പാവം, കാണാൻ കൊള്ളില്ല, കാശുകാരനാണെങ്കിൽ അവനെ കാണാൻ കൊള്ളില്ല എന്നുള്ളതുകൊണ്ട് കുബേരനെന്ന് വിളിക്കും. കാണാൻ കൊള്ളാത്ത ദേഹമുള്ളവൻ. കാശുണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം, അവനെ കാണാൻ കൊള്ളില്ല. ഈ കുബേരൻ വേദത്തിലൊരു രാക്ഷസനാണ്. യക്ഷൻ അല്ല, രാക്ഷസ കുലത്തിൽ ജനിക്കണ ഒരുത്തനാണ്. ദമണിക്കണം. കൃഷ്ണൻ എന്നുള്ള പേരിലൊരു അസുരനുണ്ട് വേദത്തിൽ. രാധ എന്നുള്ളത് ഒരു ഫിക്ഷ്യസ് ക്യാരക്ടറാണ്. 12th സെഞ്ച്വറിക്ക് ശേഷം ഉണ്ടാക്കിയതാണ് ജയദേവൻ. അങ്ങനെ ഒരാൾ ഗുരുവായൂരപ്പൻ പോലും കണ്ടിട്ടില്ല. ഞാൻ ഗുരുവായൂരപ്പനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ രാധയെ കണ്ടിട്ടുണ്ടോ? ശരിക്കും ഇത്രയും ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ. രാധയുടെ മന്ത്രങ്ങൾ മുഴുവൻ കാളിയുടെ മന്ത്രങ്ങളാണ്. കംപ്ലീറ്റ് ബീജാക്ഷരങ്ങൾ കാളിയാണ്. അപ്പോൾ രാധ എന്നുള്ള വേർഡ് വേദത്തിലുണ്ട്. അത് ഈ രാധയെക്കുറിച്ചാണെന്നാണ് ഇപ്പോഴത്തെ മഹാമാരി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വേദത്തിലുള്ള രാധ ഇതല്ല. വേദത്തിലെ രാധ ബ്രഹ്മാനന്ദത്തിനെ സ്ഫുരിപ്പിക്കണ വാക്കാണ്. രാമനുണ്ട് വേദത്തിൽ. രാമൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. ദശരഥൻ തൻ്റെ മൂത്ത മകനാ പേരിട്ടു എന്ന് മാത്രം. ശിവൻ ജപിക്കണ രാമനാമം ബ്രഹ്മനാമമാണ്. ആരാ കൃഷ്ണനപ്പോൾ? കൃഷ്ണൻ ബ്രഹ്മത്തിൽ നിന്നുണ്ടാവണ ആനന്ദമാണ്. ബ്രഹ്മം രാമൻ, കൃഷ്ണൻ അതിൽ നിന്നുണ്ടാവണ ആനന്ദം. അതുകൊണ്ട് ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ആ ഓർഡറിലെ ചെല്ലാനും പാടുള്ളൂ. നേരെ തലതിരിച്ചിട്ട് ചെല്ലരുത്. വേദമന്ത്രമാണ്. അതിനൊരു ഘടനയുണ്ട്. അത് പൊളിച്ചിട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിനെ നശിപ്പിക്കുകയാണ്. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതിനെ നശിപ്പിക്കുന്ന പരിപാടിയിലാണ് ഇന്ന് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ വേദത്തിനെ നശിപ്പിച്ചാൽ അത് ഓൾഡ് മിഷണറി ടെക്നിക്കാണ്. മാക്സ് മുള്ളർ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. വേദം നശിപ്പിച്ചാൽ
ഈ സംസ്കാരം നശിപ്പിക്കാൻ പറ്റും. അപ്പം വേദത്തിൻ്റെ അകത്ത് വേദം എന്ന് പറയുന്നത് ധനത്തിൻ്റെ സമ്പാദനത്തിന് വിരുദ്ധമാണ്, അത് ദാരിദ്ര്യത്തിനുള്ളതാണ്. ഭക്തി ടോട്ടൽ നോൺസെൻസാണ്. മെറ്റീരിയൽ സക്സസ്സും ഇന്നർ കണ്ടൻമെൻറ്റും എങ്ങനെ ബാലൻസ് ചെയ്യണം, ധനസമ്പാദനത്തിന് എങ്ങനെ പർപ്പസ്ഫുൾ ആക്കണം. ധനസമ്പാദനം എന്ന് പറഞ്ഞാൽ ഒരു മീൻസ് മാത്രമാണ് പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന്, അല്ലാണ്ട് അതല്ല ലക്ഷ്യം. ചിലർക്ക് ധനം സമ്പാദിക്കൽ മാത്രമാണ് ലക്ഷ്യം. ധനം സമ്പാദിക്കേണ്ടത് ഉയർന്ന വേറെ ലക്ഷ്യങ്ങൾക്കാണ് എന്നുള്ള ചിന്തയല്ല. അത് വേദം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തരും. പിന്നെ മൈൻഡ്ഫുൾ കൺസംഷൻ നമ്മുടെ കാലഘട്ടത്തിൽ തോന്നിയ മാതിരിയാണ്. നമ്മൾ എത്ര ഭക്ഷണം വേസ്റ്റ് ചെയ്യണു, എത്ര വസ്ത്രങ്ങൾ വേസ്റ്റ് ചെയ്യണു, എത്ര ജലം വേസ്റ്റ് ചെയ്യണു, എല്ലാ റിസോഴ്സും വേസ്റ്റ് ചെയ്യണം. പക്ഷെ വേദം നമ്മളെ മൈൻഡ്ഫുള്ളി കൺസ്യൂം ചെയ്യാൻ പഠിപ്പിക്കും. ആവശ്യത്തിന് ഉപയോഗിക്കാം, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള വരുന്ന തലമുറകൾക്ക് സൂക്ഷിച്ചു വെക്കണം. അത് മൈൻഡ്ഫുള്ളായിട്ടുള്ള സ്പെൻഡിങ് തുടങ്ങി, സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കൽ തുടങ്ങി, കൃത്യമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ആ ലക്ഷ്യങ്ങളെ കൊണ്ട് വളരെ എത്തിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വരും. ഇനി കാമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ. അവിടെ കാമം എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ഡിസയർ എന്ന് മാത്രമല്ല അർത്ഥം. ആഗ്രഹിക്കുന്ന എന്തും അവിടെ കാമമാണ്. പ്ലഷറാവാം, ജോയ് ആവാം, ബ്യൂട്ടി ആവാം, എന്തും ആവാം. അതൊക്കെ ജീവിതത്തിൻ്റെ നാച്ചുറൽ ആസ്പെക്റ്റാണെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇതൊക്കെ ഭയങ്കര കാത്തലിസൈസ് ചെയ്തിട്ട് ഇത് മോശം അത് മോശം എന്ന് എവിടെയും പറയുന്നില്ല. ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലും രതിശില്പങ്ങൾ വരാനുള്ള കാരണം തന്നെ അതിലും ഡിവൈനിറ്റിയെ കണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കോപത്തിനെ ശുദ്ധീകരിച്ചതാണ് നരസിംഹാവതാരം, അഹങ്കാരത്തിനെ ശുദ്ധീകരിച്ചതാണ് ഹിരണ്യകശിപു, അറ്റാച്ച്മെൻറ്റിനെ ശുദ്ധീകരിച്ചാണ് ഹിരണ്യാക്ഷൻ. ഈ ശുദ്ധീകരണത്തിൻ്റെ കഥകളൊക്കെ കിടക്കുന്നത് വേദത്തിലാണ്. നമ്മുടെ മനസ്സിൽ ബോധം ഉണരുമ്പോൾ ആ ബോധം ബ്രഹ്മം അത് 3 ലോകങ്ങൾ നമ്മളറിയുന്ന ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉറങ്ങിയ അവസ്ഥ, സ്വപ്നത്തിൻ്റെ അവസ്ഥ, ഈ 3 എണ്ണത്തിനെയും അതിക്രമിക്കുന്നു. ബോധം ട്രാൻസെൻസ് എവ്രിതിങ്. അതാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു. ഇതം വിഷ്ണു വിചക്രമേ ത്രയധാനി ദതേ പദം. 3 അടികൾ കൊണ്ട് വിഷ്ണു 3 ലോകങ്ങളെ അതിക്രമിച്ചിരിക്കണമെന്ന് വേദം ഒറ്റ വരി പറഞ്ഞത് പുരാണത്തിൽ വന്നപ്പോൾ വാമനൻ്റെ കഥയായിട്ട് മാറി. അങ്ങനെയുള്ള ആളെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? സെൽഫ് ഡെഡിക്കേഷൻ കൊണ്ട്, ആത്മസമർപ്പണം. മഹാബലി ആത്മസമർപ്പണം ചെയ്തു. അപ്പോൾ 3 ലോകങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്ന ആളെ കാണാൻ സാധിക്കും. വേദം ഒറ്റ വരി പറഞ്ഞതാണ്, വ്യാസമഹർഷി വിടർത്തി വെച്ചത് അപ്പുറത്ത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസയേഴ്സിനൊക്കെ ഭഗവാനിലേക്ക് സമർപ്പിച്ച് പ്രപഞ്ചത്തേക്ക്. അതുകൊണ്ട് വേദം പറഞ്ഞു ഇതം ന മമ, ഇതെൻ്റെ അല്ല. അഗ്നയേ ഇതം ന മമ. ഏത് വേദമന്ത്രവും ഹോമിക്കുമ്പോൾ പറയും ഇതെൻ്റെ അല്ല നിൻ്റെയാണ്, എൻ്റെ അല്ല നിൻ്റെയാണ്. ഈവൻ നമശിവായ നമ എൻ്റെ അല്ല, ശിവായ നിൻ്റെയാണ്. മഹാദേവ നിൻ്റെയാണ്, എൻ്റെ അല്ല. നമശിവായ എൻ്റെ അല്ല നിൻ്റെയാണ്, എൻ്റെ അല്ല നിൻ്റെയാണ്. ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് ആഗ്രഹങ്ങളെ കാണാൻ പഠിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെ മൈൻഡ്ഫുള്ളി മാനേജ് ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക, എന്ത് ചെറിയ കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ചുറ്റും നമ്മുടെ ഭാര്യയാണ്, ഭർത്താവാണെന്നുള്ളത് കൊണ്ട് അവരത് നമുക്ക് ചെയ്തു തരാൻ ബാധ്യസ്ഥരാണെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളയുക. എല്ലാവരോടും നന്ദിയുള്ളവരായിട്ടിരിക്കുക. നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ മക്കൾ വിചാരിക്കണം അച്ഛനും അമ്മയല്ലേ അവർ ചെയ്തു തരേണ്ടല്ലേ. അങ്ങനെയല്ല, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഇതൊരു ചെറിയ കാലത്തെ റിലേഷൻഷിപ്പ് മാത്രമാണ്, ഏറിയ ഒരു 100 കൊല്ലം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ പിരിഞ്ഞു പോകും. കാലത്തിൻ്റെ ചക്രത്തിൽ ഇതൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് സ്നേഹമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനും പ്രകൃതിയുടെ നിശബ്ദതയിലും അതിൻ്റെ സൗന്ദര്യത്തിനെ ആസ്വദിക്കാനും, അതുപോലെ മനസ്സിനെ ഒരു ഡെവിൾസ് വർക്ക്ഷോപ്പ് ആക്കാതെ ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം സ്വീകരിച്ച് എന്ത് ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്താനും അമിതമായിട്ട് ആരെയും ഒന്നിലും ആശ്രയിക്കാതിരിക്കാനും പഠിപ്പിക്കുന്നത് വഴി കാമത്തിനെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ വേദം പഠിപ്പിക്കും. അവസാനമായിട്ട് മോക്ഷത്തിനെ പറഞ്ഞു തരും. എന്താ മോക്ഷം? ആധ്യാത്മികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിന് മരിക്കണമെന്നൊന്നുമില്ല. ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ സകലതും ഈശ്വരമയം എന്നുള്ള തിരിച്ചറിവ് വെറുതെ പുസ്തകത്തിൽ വായിക്കാണ്ടി നാട്ടുകാർ പറഞ്ഞിട്ട് മനസ്സിലാവാണ്ടി അല്ലാണ്ട് തന്നെ ഉള്ളിൽ സ്വയമേവ തിരിച്ചറിവായിട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് മോക്ഷം. ആ മോക്ഷത്തെ പഠിപ്പിക്കാൻ
വേദത്തിനെ പോലെ കഴിവുള്ള വേറെ ഒന്നുമില്ല. അനവധി മന്ത്രങ്ങളുണ്ട്. ഞാൻ വെറുതെ പിന്നെ മന്ത്രങ്ങൾ കോട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഒരു പ്രൈമറാണ്. മാത്രമല്ല വേദത്തിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ എന്തിനാ മോക്ഷം, നമ്മുടെ ഈ എൻലെസ് ആയിട്ടുള്ള സൈക്കിളാണ് ആഗ്രഹങ്ങൾ അവസാനിക്കില്ല. മരിക്കാൻ കിടക്കുമ്പോഴും അയ്യോ എൻ്റെ കാലശേഷം എൻ്റെ ഭാര്യയും മക്കളും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും എന്ത് ചെയ്യും, എൻ്റെ അവിടുത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്യും, എൻ്റെ ആ കാർ എന്ത് ചെയ്യും, സർവീസ് ചെയ്യാൻ കൊണ്ടുപോയ കാറ് കാണാണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത് കാണാണ്ട് മരിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അവസാനമില്ല, ദുരിതത്തിന് അവസാനമില്ല. അതാണ് പറഞ്ഞു വിശ്വാനിദേവ സവിതർ ദുരിതാനി പരാസുവ യൽ ഭദ്രം തന്നെ ആസുവ. എൻ്റെ ദുരിതങ്ങളൊക്കെ ശമിപ്പിച്ച് തരണേ. വീണ്ടും വീണ്ടുമുള്ള ജനനമരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ആന്തരികമായിട്ടുള്ള ശാന്തി കിട്ടാനുള്ള, ആത്മജ്ഞാനം കിട്ടാനുള്ള, പ്രപഞ്ചവുമായിട്ട് ഒന്നിച്ച് അതിൻ്റെ അന്തസ്സത്തെയായിട്ട് ഒന്നു ചേർന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യം തരികയാണ്, ആന്തരിക സ്വാതന്ത്ര്യം. പിന്നെ പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. മോക്ഷത്തിന് ഇത്ര പ്രാക്ടിക്കൽ അപ്രോച്ച് തരുന്നത് വേറെ ഒന്നും കാണില്ല. സ്വസ്വരൂപാനുസന്ധാനം, അവനവനെക്കുറിച്ചുള്ള ഇൻട്രോസ്പെക്ഷൻ, അവനവൻ ആത്മാവാണ്, നശിക്കാത്ത ആത്മാവാണെന്ന് എന്താണോ ഭഗവാൻ ഗീതയെ പറഞ്ഞിട്ട് അതിൻ്റെ മുഴുവൻ റൂട്ട് കിടക്കുന്നത് വേദത്തിലാണ്. മൈൻഡ്ഫുള്ളായിട്ടിരിക്കും. ഇന്നിപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ട് മഹാബഹളമാണ് എല്ലാവിടെ നോക്കിയാലും. ഈ മൈൻഡ്ഫുൾനെസ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് വേദത്തിലാണ്. കമ്പാഷൻ, ഗോഡ് ഈസ് ലവ് എന്ന് വേറെ പലരും പറയുമ്പോഴേ നമുക്ക് പഠിക്കണം. കമ്പാഷൻ എന്താണെന്ന് അവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ, മോഡേൺ ലൈഫിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോക്കല്ല, അവനവൻ്റെ കടമകളെ വിട്ട് ഓടുന്നതല്ല. നമ്മുടെ അകത്തിരിക്കുന്ന ചൈതന്യവുമായിട്ട് നമ്മളെ തന്നെ കണക്ട് ചെയ്യുന്നതാണ് മോക്ഷം. അതാണ് യഥാർത്ഥ സന്യാസം, അതാണ് യഥാർത്ഥ ശാന്തി. അല്ലാണ്ട് നിങ്ങൾ എവിടേക്ക് ഓടിപ്പോയിട്ട് ഒരു കാര്യമില്ല എന്ന് വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ധ്യാനം, സെൽഫ് അവെയർനെസ്, സെൽഫ് റിഫ്ലക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ യോഗവും ധ്യാനമൊക്കെ അനവധി വലിയ വിഷയങ്ങളാണ്. പക്ഷെ കോറായിട്ട് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഹാൻഡിൽ ചെയ്യാൻ അനവധി വലിയ എന്താ പറയുക, കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേദത്തിലുണ്ട്. ശരിക്കും അതിപ്പോൾ നമുക്കൊന്നും സമയമില്ല. ഇപ്പോൾ ഓൾറെഡി 10:35 ഇവിടെ 1 മണിക്കൂറിൻ്റെ അടുത്തായി നമുക്ക്. അതേപോലെ വർക്ക് ലൈഫ് ബാലൻസിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള, നമ്മൾ ചെയ്യണ എത്ര വലിയ ആക്ടിവിറ്റി ആണെങ്കിലും ഞാനൊരു സംഭവം ചെയ്തു, ഞാനാണ് ആ ബിൽഡിംഗ് കെട്ടിയത്, ഞാനാണ് ഇവിടെ ഈ എന്താ പറയുക ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ക്രെഡിറ്റ് അടിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികളുണ്ട്, അവർ പറയും ഞാൻ സമൂഹത്തിന് നല്ലത് ചെയ്യണു, ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല, ഞാൻ വളരെയധികം കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്ന അതുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടുന്നു. ഞാൻ പറയണു നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല. ഞാനിത് ചെയ്യണു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല. നിങ്ങൾ ആ കർത്തൃത്വ ബോധത്തിനെ സമർപ്പിക്കാത്തിടത്തോളം കാലം, ഓൺ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല. അത് ഓൺ ചെയ്യാനാണ് ഈ നാമം പോലുള്ള ജപങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് മനസ്സിനെ പാകപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് സോഷ്യൽ സർവീസ് കൊണ്ട് മോക്ഷം കിട്ടിയ ആരുമില്ല. യു വിൽ ഗെറ്റ് എ ഗുഡ് ബർത്ത്, എ ഗുഡ് റീബർത്ത്, ഓർ യു മൈറ്റ് ഗെറ്റ് എ ഹയർ ബർത്ത്. ലൈക്ക് ഒരു നമ്മുടെ സങ്കല്പങ്ങളനുസരിച്ചിട്ട് ദേവൻ എന്ന് പറഞ്ഞൊരവസ്ഥ അത് കിട്ടും. ദേവനാവാം. പക്ഷെ ദേവനായാലും അവിടുത്തെ സുഖം അനുഭവിച്ച് എനിക്കിത്ര സുഖം വേണ്ട, മടുത്തു, എനിക്ക് സുഖിച്ചതെന്ന് അവസാനം പറയും. എങ്ങനെയെങ്കിലും ഒന്ന് മനുഷ്യനോ അസുരനോ ആയാൽ മതിയും തോന്നാൻ തുടങ്ങും ദേവനായ. അപ്പോൾ അതിലേക്ക് തിരിച്ചിറങ്ങി വരണം. വേദം ഇത് കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒന്ന് ചുരുക്കി പറയാനുള്ളത്. സാത്വികമായിട്ടുള്ളൊരു ജീവിത രീതിയെക്കുറിച്ചും വേദം വളരെ വിസ്തരിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. അനവധി മന്ത്രങ്ങൾ വേദത്തിലുണ്ട്. എന്തിനാ? നമ്മുടെ ഈ അന്നം, നമ്മൾ കഴിക്കണ അരിയുടെ ആകൃതി നോക്കൂ. അരി, പയറ്, എന്ത് ആകൃതി എടുത്താലും അതിനൊക്കെ ശിവലിംഗത്തിൻ്റെ ആകൃതിയാണ്. ശിവലിംഗം ആത്മാവിനെ കാണിക്കുന്നു. അന്നത്തു നിന്നാണ് സകലതും ഉണ്ടാവുന്നത്. അന്നത്തിനൊരു ഗായത്രി ഛന്ദസ്സിലൊരു മന്ത്രമുണ്ട് ഋഗ്വേദത്തിൽ. അത് തന്നെയാണ് ശിവൻ്റെ ഒരു ഗായത്രി മന്ത്രം. പിതവാചര ശിവശിവാഭിരോധിഭി മയോപുരദ്യുഷേണ്യ സഖ സുഷേവോ അദ്വയാ. ഒരു മന്ത്രമാണ്. അന്നത്തിനെ സ്തുതിക്കുന്നു. കാരണം ഈ അന്നം ഭൂമിയിൽ നിന്നുണ്ടായി വരണു. ഇത് കഴിക്കുന്നു ഒരാൾ, അവൻ്റെ ശരീരം നറിഷ്ഡ് ആവണു, അവനിലൊരു ബീജം ഉണ്ടാവണു,
ഒരു സ്ത്രീ ഇത് കഴിക്കണു, അവളുടെ ശരീരം നറിഷ്ഡ് ആവണു, അതിൽ അണ്ടമുണ്ടാവണു, അത് സംയോജിക്കണു, പുതിയൊരു ശരീരം ഉണ്ടാവണു, അതും അന്നം കഴിക്കണു, വളരണു. എത്ര ബ്യൂട്ടിഫുള്ളാണ് നോക്കൂ. ഇനി ഇതിലൊക്കെ അപ്പുറത്ത് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു സംഭവം വേദത്തിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം. നമ്മളൊക്കെ സൂര്യാംശമാണ്. സൂര്യൻ എന്ന് പറയുന്ന ഒരു മഹാഗോളത്തു നിന്ന് പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു ചെറിയ വാതകക്കട്ട തണുത്തുറഞ്ഞിട്ട് ഈ ഭൂമിയെ, ഈ ഭൂമിയിലത്തെ ഉപ്പും സകലതും വലിച്ചെടുത്തിട്ട് ഉണ്ടായി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മളൊക്കെ സൂര്യൻ്റെ അംശമല്ലേ, നമ്മളൊക്കെ സ്റ്റെല്ലാർ മെറ്റീരിയലാണ്. വെറുതെയാണ് ഭഗവാൻ അർജുനെ അമൃതസ്യ പുത്ര എന്ന് വിളിച്ചത്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഭാഗതയം, ഒരു സ്വത്ത് നമുക്കുണ്ടായിട്ട് ആ സ്വത്തിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാതെ പോയി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സങ്കടം. അതിന് വലിയൊരു റീസൺ നമ്മുടെ പൂർവികർ ഒരു വിഭാഗം അതിനെ അടക്കി വെച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 20th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ മഹാത്മാക്കൾ കപാലി ശാസ്ത്രിയും അരവിന്ദ ഘോഷിനെയൊക്കെ പോലുള്ളവരാണ് വേദത്തിനെ ഇങ്ങനെ ഇറക്കി വിട്ടത്. അതുകൊണ്ട് സാധാരണക്കാരുടെ അതിന് പ്രാപ്യമായി. നമ്മൾ ഒരർത്ഥം അറിയാണ്ട ഭാഗ്യസൂക്തം ചെല്ലും, പ്രാതരഗ്നിയും പ്രാതരേന്ദ്രം ഹാമയ പ്രാതർമിത്രാവരണ പ്രാതരശ്വന പ്രാതർ, എന്താ കാര്യം? അർത്ഥമറിഞ്ഞാൽ അതിൽ കവിഞ്ഞൊരു വലിയ കോണ്ടംപ്ലേഷൻ ഇല്ല, ധ്യാനമില്ല, മെഡിറ്റേഷൻ ഇല്ല. ഏത് സൂക്തം അതെ നോക്കൂ. നാസദീയ സൂക്തത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഇന്ന് നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ് പറയുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന ഹോക്കിങ്ങിൻ്റെ തിയറി, അല്ലെങ്കിൽ കാൾ സഗാൻ പറയുന്ന എക്സ്പാൻഡിങ് യൂണിവേഴ്സ് മുഴുവൻ നാസദീയ സൂക്തത്തിൻ്റെ അകത്തിരിക്കുക. നാസദീയ സൂക്തം പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പഠിക്കണ്ട. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ഇർവിങ് ഷ്രോഡിങ്ങറുടെ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ച ആളാണ്, ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി. അദ്ദേഹം പറയുക, വെൻ യു ഡ്രിങ്ക് ഫ്രം എ കപ്പ് ഓഫ് നാച്ചുറൽ സയൻസ്, ഇൻ ദ ഫസ്റ്റ് ഗൾപ്പ് യു ബിക്കം എൻ എത്തീസ്റ്റ്, ബട്ട് ആസ് യു റീച്ച് ദ ബോട്ടം ഗോഡ് വിൽ ബി സ്റ്റെയറിങ് അറ്റ് യു. അത് ശരിക്കും നമുക്ക് വേദത്തിൽ നിന്ന് മനസ്സിലാവും. അത് ചില്ലറക്കാരല്ല, അവർക്കൊക്കെ കിട്ടിയതാണ്. വേദത്തിനെ എഴുതിയവരില്ല. ദർ ആർ നോ റൈറ്റേഴ്സ്, ഓതേഴ്സ്. ഋഷികളാണ് അവർ, ദ്രഷ്ടാക്കളാണ്, മന്ത്രത്തെ കണ്ടവരാണ്. ആദ്യമായിട്ട് ആ മന്ത്രത്തിനെ കണ്ടവനാണ് ഋഷി. അപ്പം ഗാധി എന്ന് പറയുന്ന ആളുടെ മകൻ വിശ്വാമിത്രൻ ഗായത്രിയുടെ ഋഷി. ത്രയംബക മന്ത്രം അഥവാ മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഋഷി വസിഷ്ഠൻ. ധാരാളം സ്ത്രീകളുണ്ട്. സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പാടില്ല എന്നൊക്കെ ശുദ്ധ നുണയാണ്. ദേവിയുടെ അഹം രുദ്രേവർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ദേവീ സൂക്തത്തിൻ്റെ ഋഷി ആംബ്രണി എന്ന് പറയുന്ന സ്ത്രീയാണ്. എത്രയോ ഗാർഗി, എത്രയോ ഋഷിമാരെ കാണാം സ്ത്രീകളെ വേദത്തിൽ. എന്തിനുമുള്ള ആൻസർ വേദത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണു. ഞാനൊരു 4-5 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഇനി എന്താ പറയുക, ഇത്രയും ചെറിയൊരു സമയത്തിൽ എവിടെയും തൊട്ടിട്ടില്ല. ആ വലിയ ഗോപുരത്തിൻ്റെ ആ ക്യാമ്പസിലേക്ക് കയറിയിട്ട് പോലുമില്ല. ഒരു എക്സ്കർഷൻ പോയിട്ട് ക്യാമ്പസിൽ IIT ക്യാമ്പസിൻ്റെ പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ കാണിച്ചിട്ട് പറയില്ലേ, ഇതാണ് IIT ക്യാമ്പസ്, ഇതിങ്ങനെയാണ് എന്ന് പറയണ പോലെ എന്തോ ഒന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം മഹാഗുരുക്കന്മാരൊക്കെ പൊറുക്കട്ടെ ഇത്രയും അല്പത്തരത്തിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞതിന്. എന്തായാലെങ്കിലും നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞിരിക്കുക അത് എൻ്റെ തെറ്റാണ്. നല്ലത് വല്ലതും പറഞ്ഞിരിക്കുക ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്. എല്ലാവരെയും ഭഗവാൻ മനസ്സ് നിറഞ്ഞ് നിങ്ങളെയും മക്കളെയും കുടുംബങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം.